സങ്കീർത്തനം 44:5. നിന്നാൽ ഞങ്ങൾ വൈരികളെ തള്ളിയിടും, ഞങ്ങളോട് എതിർക്കുന്നവരെ നിന്റെ നാമത്തിൽ ചവിട്ടിക്കളയും. കോരഹപുത്രന്മാർ ദൈവം ഇസ്രായേൽ ജനത്തിന് കാലാകാലങ്ങളിൽ കൊടുത്ത ജയത്തെ സ്മരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ രാജ്യത്വത്തെ വിളിച്ചു പറഞ്ഞുകൊണ്ട് എഴുതിയിരിക്കുകയാണിവിടെ. നമ്മുടെയും ജീവിതത്തിൽ നാം എന്നും ഡിക്ലെയർ ചെയ്യേണ്ട ഒന്നാണ് ഈ വചനം. ദൈവത്തിൻ്റെ നാമത്തിൽ, ആ സാന്നിധ്യത്തിൽ, ആ വീര്യമുള്ള ഭുജത്തിൻ്റെ സഹായത്തോടെ നമുക്ക് വൈരികളെ തള്ളിയിടുവാൻ സാധിക്കണം. നമുക്ക് ഒരു വ്യക്തിയെ തള്ളിയിടണമെങ്കിൽ അത്ര എളുപ്പമല്ല. പ്രത്യേകിച്ച് നമ്മെ തകർക്കുവാൻ നിൽക്കുന്ന, നമ്മെ ഇല്ലാതാക്കുവാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന ഒരു വ്യക്തിയെ അത്ര എളുപ്പത്തിൽ വീഴിക്കുവാൻ സാധിക്കില്ല. എന്നാൽ ദൈവത്താൽ അത് സാധിക്കും എന്നതാണ് സത്യം. അത് എത്ര വലിയ ശക്തിയാണെങ്കിലും നാം ദൈവത്തിൻ്റെ മറവിൽ നിന്നാൽ മതി, ദൈവം നമുക്കായി അത് ചെയ്തു തരും. നമ്മുടെ സൽപ്പേര് തകർക്കുവാൻ ശ്രമിക്കുന്നവരുണ്ട്. സാമ്പത്തികം, ആരോഗ്യം, ആത്മീയ വളർച്ച, സന്തോഷം, സമാധാനം ഒക്കെ തകർക്കാൻ ശ്രമിക്കുന്ന ഇരുട്ടിൻ്റെ അധികാരത്തെ നമുക്ക് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തള്ളിയിട്ട് അതിനെ മറികടന്ന് ജയത്തിലേക്ക് പോകുവാൻ ഈ നാളുകളിൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. മർക്കോസ് 16:17 വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും എന്നെഴുതിയിരിക്കുന്നു. നമുക്ക് വിശ്വസിച്ചുകൊണ്ട് ശത്രുവിനെ തകർത്ത് മുന്നേറാം. നമുക്ക് നമ്മുടെ മുൻപിൽ നിൽക്കുന്നത് എത്ര വലിയ ശത്രുവാണെങ്കിലും ജയിച്ചു മുന്നേറുവാൻ കർത്താവിൽ ആശ്രയിക്കാം. നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലതുവശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോട് അടുത്തു വരികയില്ല എന്ന് നമുക്ക് ധൈര്യമായി പറയാം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ശത്രുശക്തിയെ ചവിട്ടിക്കളയുവാൻ നമുക്കാകണം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിന് മുൻപിൽ ഒരു ശത്രുവിനും വലുതായി നിൽക്കുവാൻ സാധ്യമല്ല. ലൂക്കോസ് 10:19 പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു, ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയും ഇല്ല എന്ന് യേശു കർത്താവ് തന്നെ പറഞ്ഞിരിക്കുന്നു. ശത്രുവിൻ്റെ സ്ഥാനം നമ്മുടെ കാൽക്കീഴാണ്. ഒരു ഉറുമ്പ് എങ്ങനെ നമ്മുടെ കാൽക്കീഴിൽ ചതഞ്ഞരയുമോ അപ്രകാരം ശത്രുശക്തിയും ചതയണം. റോമർ 16:20 സമാധാനത്തിൻ്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽക്കീഴെ ചതച്ചു കളയും എന്നെഴുതിയിരിക്കുന്നു. വേഗത്തിൽ ദൈവം അത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ചെയ്യുക തന്നെ ചെയ്യും. അതുകൊണ്ട് ശത്രുവിൻ്റെ സ്ഥാനം നമ്മുടെ ജീവിതത്തിന് മുൻപിലല്ല, നമ്മുടെ കാൽക്കീഴാണ് എന്ന ബോധ്യത്തോടെ അവൻ്റെ ശക്തികളെ ബന്ധിച്ച് നമുക്ക് സ്വാതന്ത്ര്യത്തോടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ മുന്നേറാം. നമ്മൾ പിൻപറ്റുന്ന യേശുക്രിസ്തു ജയിച്ചവനാണ്. ആ യേശുക്രിസ്തു നമ്മെയും ജയാളികളാക്കും. ശത്രുശക്തിയെ തോൽപ്പിച്ച് നമുക്ക് ശക്തരായി മുന്നേറാം. പ്രാർത്ഥിക്കാം. പ്രിയ പിതാവേ, ഞങ്ങളിലെ അധികാരത്തെ തിരിച്ചറിഞ്ഞ് ശത്രുവിനെ തോൽപ്പിച്ച് മുന്നേറുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. ഗോഡ് ബ്ലെസ് us all.